ഈ മനുഷ്യൻ്റെ മനസ്സ് കല്ലാണ് എന്ന് മലയാളി സമൂഹം, പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുവാൻ തുടങ്ങിയിട്ട് തലമുറകൾ കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ സംവിധാനത്തിൻ്റെ മനസ്സും കല്ലാണ്. ഒരു സർവേ കല്ലിട്ടിട്ട് ഒരു ചെറു സമൂഹത്തെ 20 വർഷങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഈ സംവിധാനം. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. ഈയിടെ എല്ലാ മാധ്യമങ്ങളിലും വിവാദമായതാണ് കോഴിക്കോട് കിനാലൂരിലെ ഭൂമി ഏറ്റെടുക്കൽ നീക്കവും സംഘർഷവും. കിനാലൂരിന് 30 കിലോമീറ്റർ അകലെ അഴിയൂരിലേക്ക് ചെല്ലാം. ഇവിടെയും 4 വരി പാത തന്നെയാണ് വിഷയം. ഒരു വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കണമെന്ന അപേക്ഷയാണ് ഇവർക്ക്. സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടും സ്ഥലം ഏറ്റെടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് അളക്കും. നമുക്ക് കടലാസുകളായിട്ടൊന്നും കൈ കിട്ടിയില്ല. കുറ്റിയിടും, അളക്കും. പിന്നെ തെങ്ങിൻ്റെ മേലെയൊക്കെ അടയാളപ്പെടുത്തി പോവും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം കുറേ കൊല്ലമായി. പിന്നെ 2 പ്രാവശ്യം ഇവിടെ റെയിൽവേയിലേക്ക് ഓവർ ബ്രിഡ്ജ് വേണ്ടതുകൊണ്ട് കല്ല് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുഴിച്ച് 2 പ്രാവശ്യം കുഴിച്ചിട്ട് കല്ല് എല്ലാം നോക്കി. അപ്പോൾ വിചാരിക്കും ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വീടെല്ലാം പൊട്ടി അങ്ങനെ പൊളിഞ്ഞ് താമസിക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ ഓടെല്ലാം മാറ്റി വെച്ച് ഇപ്പം അങ്ങനെ താമസിച്ച് പോകണം. ഒന്നുകിൽ റോഡ് വരണം, അല്ലെങ്കിൽ നമ്മളെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് ഇപ്പോൾ ആവശ്യം. ഇവിടെ സ്ഥലം വിട്ടു കൊടുക്കാൻ ആർക്കെങ്കിലും എതിർപ്പുണ്ടായി അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലാണോ നിന്ന് പോയത്? അതുകൊണ്ടൊന്നല്ല, ഈ ബൈപ്പാസിൽ ഇപ്പോൾ എല്ലാവർക്കും ഇത് വരണം തന്നെയാണ്. എന്താ വെച്ചാൽ 40 കൊല്ലമായിട്ട് കാത്തിക്കുന്നല്ലേ, ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുവരെയും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്യാണ്ട് വീട് കൊണ്ട് കഷ്ടപ്പെടുമല്ലേ. 14 കൊല്ലമായി ഇവിടെ വാർക്കുന്നു. കുറേയായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. റോഡ് വരുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ വീടെടുക്കണം. പക്ഷേ വലിയ പെൺകുട്ടിയാണ്, 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ്. കല്യാണം കഴിക്കേണ്ട പ്രായമല്ലേ. റോഡ് വരുന്നുണ്ട്, ഒരു നമ്പർ വരട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഗവൺമെന്റിന്റെ ഒരു ഇത് അനുകൂലം ഇതുവരെ നമുക്കൊന്നും കിട്ടിയില്ല. സുനാമി വന്ന് വെള്ളം കാരി അങ്ങനെയുള്ള ഒരു ഇതും ഇതുവരെ കിട്ടിയിട്ടില്ല. റേഷൻ കാർഡ് റോഡാക്കിയില്ല. റോഡ് വരുന്നതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ റോഡ് ബൈപ്പാസിന് വേണ്ടി സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സ്ഥലം ഞങ്ങൾ പ്രൈവറ്റൈൻ ചെയ്യാനുള്ള ആ അധികാരം ഞങ്ങളിലേക്ക് തരിക. ഇത് രണ്ടിലാണോ ഉണ്ട്. എല്ലാ ആൾക്കാരും 87 കുടുംബങ്ങളാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വീടുകൾ നശിച്ചിട്ടുണ്ട്. അതൊന്നും റിപ്പയർ ചെയ്യാൻ സാധിക്കത്തെന്ന് വെച്ചാൽ, റിപ്പയർ ചെയ്യാൻ മുടക്കുന്ന പൈസ വേസ്റ്റാണ്. ആ വീട് അക്യൂർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന് മുടക്കിയ പൈസ നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ സ്ഥലം ഇമ്പ്രൂവ് ചെയ്തെന്ന് വെച്ചാൽ അതിന് മുടക്കുന്ന കാശ് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ 2-3 കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആൾക്കാർ സത്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു 8-9 ഫാമിലീസ് വീട്ടിൽ പ്രായപൂർത്തിയായ കുട്ടികളെയും വെച്ചുകൊണ്ട് പെൺകുട്ടികളെയും വെച്ചുകൊണ്ട് കല്യാണം പോലും നടത്താതെ വീട് പോവും ഒരു സ്ഥലമില്ല നിൽക്കുന്ന 8-9 ഫാമിലീസിനകത്തുണ്ട്. വളരെ ശോചനീയകരമാണ്. ഒരു വലിയ റോഡിനായുള്ള കാത്തിരിപ്പ് ഇനി തുടരാനാകില്ല. കയ്യിലുള്ള ഒരു ചെറിയ കഷ്ണം ഭൂമി വിൽക്കാനുമാകുന്നില്ല. എന്ത് ചെയ്യണം ഈ മനുഷ്യർ? നമ്മൾ മുല്ലപ്പള്ളി രാമൻ MP-ക്ക് കൊടുത്തിട്ടുണ്ട്, ചീഫ് മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. എൻ്റെ സ്ഥലത്തിന് നേരെ നടുക്കൂടിയാണ് പോകുന്നത്. 40 സെൻറ്റ് സ്ഥലം മൊത്തം പോകുന്നുണ്ട്. 40-60 വേറൊരു സ്ഥലത്തും പോകുന്നുണ്ട്. 20 സെൻറ്റ് വേറെ സ്ഥലത്തും പോകുന്നുണ്ട്. ഇപ്പം പറയുന്നത് വെച്ചാൽ ആ 40 മീറ്റർ ഉള്ളത് 30 മീറ്റർ ആക്കുന്നതുകൊണ്ട് ഫുള്ള് ഡിലേ ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസ് മുഴുവൻ ഇതാക്കിയിരിക്കുകയാണ്, പോയിട്ട് കണ്ടിരിക്കുകയാണ്, ആൾക്കാർ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ വെച്ചാൽ ഇതാ വരും, അടുത്ത ആഴ്ച പിന്നെ എക്സിബിഷന് വരും, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. 71 നമുക്ക് അവിടെ ഒരു കുറ്റി അടിച്ചു. അന്ന് ഈ റോഡ് നമുക്ക് സ്വത്ത് ഒരു നട്ട് ആ കാലത്താണ്. അത് കഴിഞ്ഞ പിന്നെ 94 എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ അവിടെ ഒരു കുറ്റിട്ടുണ്ടെങ്കിൽ ഒന്നിക്ക് മക്കൾക്ക് ഒരു വീട് തട്ടി വീട്ടിൽ വീടുണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അപ്പുറത്തൊരു വീടെടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇത് റോഡിന് പോകുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. വിൽക്കാനും സമ്മതിക്കില്ല, കൊടുക്കാനും സമ്മതിക്കില്ല, ഒന്നും സമ്മതിക്കില്ല. റോഡിന് വേണ്ടെന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വിട്ടില്ല. എന്നാൽ നമുക്കൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകന് ഈ സ്ഥലം കൊടുത്ത് വീടൊക്കെ തട്ടി മുക്കി അങ്ങേപ്പുറത്തൊരു വീട് മോന് വേറെ ഉണ്ടാക്കിക്കൂടെ 2 ആമക്കൾക്ക് ഞാൻ മരിക്കുന്നതിന് മുന്നേ. ആരുടെയും ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അവകാശങ്ങൾ മകനോ മകൾക്കോ കൈമാറാനുള്ള ആഗ്രഹം. അതാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ഇതിലേറെ എന്ത് അനീതിയാണ് കേരളത്തിൽ നാം കാണേണ്ടത്? ഇവിടെ മാർക്കറ്റിൽ നമ്മളെ സ്ഥലത്തിന് 2 ലക്ഷം രൂപ വരെ സെന്റിന് വിലയുണ്ട്. വില കിട്ടും എന്ന് വെച്ചാൽ, പക്ഷെങ്കിൽ ഈ കുറ്റി അവിടെ ഉള്ളതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ അനുജന്മാർ 3 പെങ്ങന്മാർ അങ്ങനെ ഞങ്ങൾക്ക് ഇതുവരെ അത് ഒരു പ്രാർത്ഥന ചെയ്തിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല.
ഇതൊരു വല്ലാതെ വേദനയാണ്. ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഇത് നമ്മളെ ഒഴിവാക്കി തരാം. ഓരോ വ്യക്തികളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. എന്തായാലും ഞങ്ങൾ വേണ്ടപ്പെട്ട ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങൾക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കും. ഞങ്ങൾ ആരോടും ഫൈറ്റ് ചെയ്യത്തില്ല. ഞങ്ങൾ സമാധാന വിധത്തിൽ ചെന്നിട്ട് ആൾക്കാരെ പറഞ്ഞ് അധികൃതരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങളോട് നീതി പുലർത്തേണ്ട, പണ്ടിട്ട സർവേ കല്ലിനോടെങ്കിലും നീതി കാണിക്കണമെന്നാണ് ഇവരുടെ അപേക്ഷ. ആ അപേക്ഷ പോലും കേൾക്കാത്തവരാണ് വികസന സിദ്ധാന്തം വിളമ്പുന്നത്.